ഹായ് എവരിവൺ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ്. ഓക്കെ, ജാൻ 9 ആണ്. ജാൻ 9 നല്ല രീതിയിലുള്ള ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ ചക്രാസിലൊക്കെ ഒരുപാട് റിലീസിങ് നടക്കുന്ന സമയമാണ്, അസെൻഷൻ കോഡ്സ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് അവർക്ക് നടക്കുന്ന കാര്യങ്ങളെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡിന് സെപ്പറേഷൻ ആണ് വന്നിട്ടുള്ളത്. സെപ്പറേഷൻ, നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കും, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്, അവർ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറയാൻ പഠിച്ചു തുടങ്ങുന്നുണ്ട്. ലൈഫിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനും ഒക്കെ പഠിക്കുന്നു. താങ്ക് യു എന്ന് പറയാൻ തുടങ്ങി. പണ്ടൊന്നും നിങ്ങൾ പറയുമ്പോൾ ഒരു അത്ര ഈഗോസ്റ്റിക് ആയിരിക്കും. ഇപ്പോൾ അവർ ഈഗോ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. താങ്ക് യു പറയുന്നു. അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവർക്ക് തന്നെ തോന്നി തുടങ്ങണം അവരൊരു പ്ലെയർ ആണോ എന്ന്. കാരണം അവർ നിങ്ങളുടെ അടുത്ത് ഒരു രീതിയിൽ സംസാരിക്കുന്നു, കാർമികൻ്റെ കൂടെ. അപ്പോൾ അവർക്ക് തോന്നുന്നു ഞാൻ ശരിക്കും ഒരു ജെനുവൻ ആണോ. അവരവരെ തന്നെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാലൻസിങ് എനർജീസ്, അവരവരുടെ എനർജീസ് ബാലൻസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് DMDF ബാലൻസിങ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് അതിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ DMDF ബാലൻസിങ് ചെയ്യാം. അവർക്കും ആ ഒരു ഇൻ യാൻ എനർജീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ദിസ് കുഡ് ബി ദ വൺ, നിങ്ങളാണ് ആ ഒരു വൺ. അവർക്ക് എല്ലാ രീതിയിലും സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരാൾ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ടേക്ക് എ ബ്രേക്ക്, അവരിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തേക്കാണ്. മേ ബി സൈലന്റിലാണെങ്കിൽ അവർ അനലൈസ് ചെയ്യുന്നു. ഒരുപാട് കഫീനൊക്കെ കുടിക്കുന്നു. കോഫി ഡ്രിങ്കിങ് കുറച്ച് കൂടുന്നതായിട്ട് നിങ്ങൾക്കും കോഫി അല്ലെങ്കിൽ ടീ കുടിക്കുന്നത് കുറച്ച് അൺയൂഷ്വൽ ആയിട്ട് കുടിക്കുന്നത് പോലെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ എനർജി നമ്മളെ ക്ഷയിപ്പിക്കുന്നതാണ്. ഓക്കെ, ട്രൂ ലവ്, ശരിക്കും അത് ട്രൂ ലവ് തന്നെയാണ് നിങ്ങളോടുള്ളത്. ഒരിക്കലും ഒരു എന്താ പറയുക, പറ്റിക്കലോ ഒന്നുമല്ല. അത് ഹൃദയത്തിൽ നിന്ന് വന്ന ആ ഒരു പ്രണയം തന്നെയാണ്. പക്ഷെ അത് ചെറുതായിട്ട് സെപ്പറേഷനൊക്കെ ആയിപ്പോയി എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. ട്രൂ ലവ് ആണ് കാണിക്കുന്നത്. മേക്ക് എ ചോയ്സ്, അവർക്ക് ലൈഫിൽ ഒരു നല്ല ചോയ്സസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വാവ്, ട്വിൻ ഫ്ലെയിം ഈസ് നിയർ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ അവർ ട്രാവൽ ചെയ്ത് വരുന്നുണ്ടായിരിക്കാം. കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, അവരിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡായി നിൽക്കുക. അതാണ് മെയിനായിട്ട് നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻസ് വന്നതും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വന്നതും. ലിവ് യുവർ പാഷൻ, നിങ്ങളോടും പറയാണ്, അവരോട് തന്നെ സ്വയം പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പാഷൻ കണ്ടുപിടിച്ച് അതിലേക്ക് ഞാൻ മാറണം എന്ന്. നെക്സ്റ്റ് കാർഡ്, ലുക്ക് ബിയോണ്ട് ഇല്യൂഷൻസ്, മായാലോകത്ത് തന്നെയായിരുന്നു അവർ. അപ്പോൾ അതിൽ നിന്ന് കടക്കണം. മായ എനിക്ക് അത്ര നല്ലതല്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പ്രപ്പോസിങ്, നിങ്ങൾ വന്ന് പഴയതുപോലെ പ്രപ്പോസ് ചെയ്യണമെന്നും എഗെയിൻ അവർ സ്റ്റാർട്ട് ചെയ്യണമെന്നും. പ്രഗ്നൻസി, നിങ്ങളുമായിട്ട് ഒരു ബേബിയാണ് അവർ ആഗ്രഹിക്കുന്നത്. പ്രഗ്നൻസി മീൻസ് അവരത്തിന് സെക്ഷുവൽ തോട്ട്സ് ഒക്കെ അവർക്ക് വരുന്നുണ്ട്. റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ. സോൾമേറ്റ്, നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്, അവരുടെ ആത്മാവിന്റെ പാതിയാണെന്ന് അവർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. അത് അറിയുമ്പോൾ തോറും ഭയങ്കര ഡീപ്പ് കണ്ടംപ്ലേഷൻസ് ആണ്. നിങ്ങളോട് ചെയ്തതിൻ്റെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അവർക്ക് ഭയങ്കര പെയിനാണ് കാണിക്കുന്നത്. സോ